നാളത്തെ നമ്മുടെ പ്രതീക്ഷകളാണല്ലോ പൂമൊട്ടുകൾ. അപ്പോൾ ഈ ഒരു ലോങ് വീഡിയോ പൂമൊട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഈ രാവിലെ പ്രകൃതിയുടെ സ്വരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. പക്ഷികളുടെയും കോഴിയുടെയും എല്ലാ ജീവജാലങ്ങളുടെയും സ്വരം ഒന്നിച്ച് കേൾക്കാൻ പറ്റുന്നൊരു ടൈം എന്ന് വെച്ചാൽ അത് രാവിലെ തന്നെയാണ് കേട്ടോ. കനാലിൽ ഇനി 2 ദിവസം കൂടെയൊക്കെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ എന്തായാലും കൊഴിഞ്ഞ് താഴെ പോകും. അപ്പോൾ നമുക്ക് പൂട്ട് നിൽക്കുമ്പോഴല്ലേ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. വൃത്തിക്കെല്ലാം ഞാൻ തട്ട് പിടിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാം. കാണാനും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ വരുന്ന കോഴികൾ തട്ടിമറിക്കുന്ന കേട്ടോ. എത്ര നിവർത്തി വെച്ചാലും വീണ്ടും അത് തട്ടിമറിച്ചു പോകും. അതെന്താ വെച്ചാൽ അവിടെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് അവരിപ്പോൾ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനുള്ള ഒരു ഗേറ്റ് ഒക്കെയാണ് മാറ്റിയിരിക്കുന്നത്. അവർ ആ ഗ്യാപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ഇൻ്റെ ചട്ടി വീണോന്നോ വീണിട്ടില്ലെന്നോ അതൊന്നും അവർ നോക്കൂലല്ലോ. ഞാൻ എപ്പോഴും ഫ്ലവേഴ്സ് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇലച്ചെടികളോടൊന്നും താല്പര്യമില്ലാന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അടുത്ത് മണി പ്ലാന്റ്സ് ഉണ്ട്, ഇലച്ചെടികളും ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് സമയം ബോൾസത്തിന്റെ പേജ് ഒന്ന് മറിച്ചാലോ. ഇനി ഞാൻ ബോൾസ് എന്നേ പറയുള്ളൂ കേട്ടോ. ഇത് അധിക സ്ഥലത്തും അങ്ങനെയാണ് അറിയപ്പെടുന്നതെന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്. ഞാൻ കമൻസിലൂടെ മനസ്സിലാക്കിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞത് ബോൾസ് ആണെന്ന് പറഞ്ഞ്. എനിക്ക് പൂക്കളുടെ ചെടികളോട് തന്നെയാണ് കേട്ടോ ലഹരി. ഇപ്പം നിങ്ങൾ വിചാരിക്കോ ഇനിയിപ്പോൾ ചെമ്പരത്തിയാണ് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ എന്ന്. ചെമ്പരത്തിയുടെ കുറേ വെറൈറ്റീസ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇതിൽ പൂമൊട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ കാണിക്കാനുള്ള കാരണം. കാരണം പൂമൊട്ടും ഇല്ലാണ്ട് ഇങ്ങനെ തൈകൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറാവൂലേ. എന്തായാലും ഞാൻ നല്ല വെയിറ്റിങ്ങിലാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചെമ്പരത്തിയുടെ കാര്യം പറയുമ്പോഴാണ് ഒരു ചെമ്പരത്തി കൊമ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാണിച്ചു കൂട്ടിയൊരു കഥ. എന്തായാലും ഈ ചാനൽ നന്നായിട്ട് ക്ലിക്കാവുമ്പോൾ ഞാൻ ആ കഥ പറയാം കേട്ടോ. ആനക്കാരത്തിൻ്റെ ഇടയിലാണ് ഈ ചേനക്കാരും കൊണ്ടുവരുന്നത്. ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ഈ ഒരു സംഭവം. അത് ഇവിടെ എന്നെ ചാരി നടക്കുന്ന പൂച്ചയുണ്ടല്ലോ, അതിന് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് മക്കളസ് അതിനെ നൂലിട്ട് കൊടുക്കണേ. അപ്പോൾ അതിന് ദേഷ്യം വരുന്നുണ്ട്. അത് പിടിക്കാനുള്ള ശ്രമത്തിലാണ് മൂപ്പര്. കുറേ ക്ഷമയോടെയൊക്കെ നിന്ന് നോക്കുന്നുണ്ട് മൂപ്പര്. പിന്നെയും ഇതിങ്ങനെ ഇവർ നൂലിട്ട് കൊടുക്കുമ്പോഴേ അതിന് ദേഷ്യം വന്നിട്ട് പിന്നെയും പിടിക്കാൻ ശ്രമിക്കുകയാണ്. പൂച്ചൻ്റെ അടുത്തേക്ക് പോവരുതെന്ന് പറഞ്ഞാൽ അവരെ അതിനെ കളിപ്പിച്ചുകൊണ്ട് വെക്കും. കളിപ്പിക്കുക മാത്രമല്ല അതിനുള്ള ഫുഡും ഒക്കെ അവരിട്ട് കൊടുക്കും. മീനായാലും ചിക്കനായാലും ഒക്കെ എന്നെ കാണാണ്ട് എല്ലാം ഇട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഇവിടെ നിന്ന് പോകുന്നില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പം എന്നെ ചാരിക്കൊണ്ട് നടക്കും. അതാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ പൂച്ച ചാരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പൂച്ചനെ കാണിക്കാറുണ്ടല്ലോ. അവനാണ് ഇവൻ. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൂവുന്ന കോഴീനെ ഒന്ന് കാണിച്ചു തരുമെന്ന്. അത് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതിനെ ശരിക്കും നല്ല വൃത്തി കിട്ടുന്നില്ല. ഏതായാലും അതിനെയും കാണിക്കാട്ടോ. പിന്നെ ഇത് വയലറ്റ് ഡബിൾ പെറ്റൽസിൻ്റെ പോപ്പിയാണ് കേട്ടോ. അതിൻ്റെ മുട്ട് താഴെ പോയതാണ്. അതിന് വിടരാൻ യോഗം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ താഴേന്ന് എടുത്തിട്ട് ഇങ്ങനെ അത് നിവർത്തി നോക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആഗ്രഹം സഫലമാകാതെ കൊഴിഞ്ഞു പോയതാണെങ്കിൽ അതിൻ്റെ ആഗ്രഹം ഒന്ന് സഫലീകരിച്ച് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് നിവർത്തി നോക്കിയതാണ് കേട്ടോ. ബോൾസത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് അടിപൊളി തന്നെയാണ് കേട്ടോ. കാരണം അത്രയും അത് ഭംഗി കൂടാനുള്ള കാരണം എന്താ വെച്ചാൽ അതിൽ നിറയെ പൂക്കളുണ്ടാവും. അതുകൊണ്ടാണ് അത് ഭംഗിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇന്നൊന്ന് ആമ്പൽപ്പൊഴിക കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൽ ഇടയ്ക്കൊക്കെ ഞാൻ വെള്ളം നിറച്ച് കൊടുക്കാറുണ്ട്. വെയിൽ കാരണം വെള്ളം പെട്ടെന്ന് വറ്റി പോകുന്നുണ്ട് കേട്ടോ. അല്ല, നിങ്ങളിപ്പോൾ എൻ്റെ ചാനലിൽ കയറിയത് പൂക്കൾ കാണാനല്ലേ. നമുക്ക് ഇനി പൂക്കളിലേക്ക് തന്നെ പോവാം കേട്ടോ. പിന്നെ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കരുതുന്നുണ്ട് എല്ലാവരുടെയും കൊണ്ട് വേഗം പേപ്പറിലേക്ക് എഴുതി വെക്കണമെന്ന്. കാരണം ഓവർലോഡായി കഴിഞ്ഞാൽ എനിക്ക് എഴുതിയെടുക്കുന്നേക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വേഗം വന്നിട്ട് സബ് ചെയ്യുക. വീഡിയോസ് എല്ലാതും കാണാം കേട്ടോ. ഈ ബോൾസത്തിലൊക്കെയും ഇപ്പോഴും ഒത്തിരി പൂക്കൾ തന്നെയാണ് കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. എല്ലാ ബോൾസത്തിൻ്റെ ഫ്ലവറിനും ഓരോ വാലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. താഴെ കണ്ടില്ലേ തൂങ്ങിക്കിടക്കുന്നത്, കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ചിലർ പറയും ഇതാണ് ബോൾസം പറയും. ഇപ്പോൾ ഞാൻ ടച്ച് ചെയ്ത് അത്. ചിലർ പറയുന്നു ഈ താഴെ കണ്ണ് ദോണ്ടേ ഇതാണ് ബോൾസം എന്ന് പറയുന്നുണ്ട്. പല ഭാഗത്തേക്കും പല പേരുകളല്ലേ. എന്തായാലും എല്ലാ ഫ്ലവേഴ്സും ഒരുപോലെ തന്നെയാണല്ലേ. എല്ലാത്തിനും വാലുണ്ട്. ഇതിൽ പൂമൊട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പൂമൊട്ടിന് പോലും വാലുണ്ട്, കണ്ടില്ലേ. ഈ ബോൾസവും പോപ്പിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേ ഇതിൻ്റെ തണ്ടിന് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രത്യേകത. ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിനും വാലുകളുണ്ട്. എല്ലാ ബോൾസവും തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ തന്നെ കേട്ടോ അതിനൊരു കാണാൻ ഭംഗിയുള്ളത്. ഇനി നമുക്ക് കുറച്ച് സമയം പെൻറ്റാസിനൊന്ന് കണ്ടാലോ. ഇത് വൈറ്റ് പെൻറ്റാസ്. ഇന്നലെ അത് നല്ല മൊട്ടുകളായിരുന്നു. ഞാൻ ഇന്ന് വിരിയുന്നൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ വെച്ചത് പൂമ്പാറ്റ ചെടിയാണ് കേട്ടോ. പൂമ്പാറ്റ, അതിൻ്റെ ലീഫ് പൂമ്പാറ്റൻ്റെ അതേപോലെയാണ്. അപ്പോൾ ഞാൻ അതിന് പൂമ്പാറ്റ ചെടി എന്നാണ് പറയല്. അപ്പോൾ ഇതിനുണ്ട് കേട്ടോ ഫ്ലവർ. പക്ഷേ ഫ്ലവറല്ല ഇതിൽ കാണാൻ ഭംഗിയുള്ളത്, അതിൻ്റെ ലീഫ് തന്നെയാണ്. ഇത് നന്നായിട്ട് പന്തലിച്ചുണ്ടാവും കേട്ടോ. പിന്നെ അതങ്ങനെ ഉണങ്ങിപ്പോയിട്ട് അതിൻ്റെ വിത്തിൽ നിന്ന് വീണ്ടും മുളച്ചുണ്ടാവുകയാണ് ചെയ്യുന്നത്. ബോൾസ് ചെടി നിങ്ങൾ കണ്ട് മടുത്തതാണെങ്കിലും ഞാൻ എന്തായാലും ചാനലിലിടുക. കാരണം അതിൻ്റെ ഭംഗി എനിക്ക് പറയാൻ വയ്യ. എല്ലാ ബോൾസത്തിലും നന്നായിട്ട് മൊട്ടുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഇത് വയലറ്റ് ഡബിൾ പെറ്റൽസ് ആണ് കേട്ടോ. ഇതിലും ഒരുപാട് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കോഴി കൊത്തിയിട്ട് മുട്ടുകളൊക്കെ താഴെ വീണ് പോവാണ്. പിന്നെ ഈ ഒരു ഓറഞ്ച് പോപ്പി ഞാൻ എന്നും കാണിക്കുന്ന ആ ഒരു പോപ്പിയല്ല കേട്ടോ, ഇത് വേറൊരു ഓറഞ്ച്. ഇത് രണ്ടും രണ്ട് കളറാണ്. പക്ഷേ ഇതിൻ്റെ കളറ് എനിക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്നറിയില്ല. അതിൻ്റെ ഒരു ഭംഗി, അത് ഗ്ലേസിങ് അല്ല, ഒരു നല്ല ഡാർക്ക് ഓറഞ്ച്. അങ്ങനെ തന്നെ പറയാം, നല്ല ഡാർക്ക് ഓറഞ്ച്. ഇത് വീഡിയോ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ ഏകദേശം അറിയാൻ പറ്റും അതിൻ്റെ ഒരു കളറ്. ഇനിയും ഒരുപാട് കളേഴ്സ് ഇനിയും വിരിയാണ്ട് കേട്ടോ. വിരിയുമ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരാം. എനിക്ക് നല്ല തിടുക്കായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വേഗം വിരിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താമായിരുന്നല്ലോ എന്നുള്ളത്. ഇത് പിന്നെ ഞാൻ 2 ദിവസമായിട്ട് കാണിക്കുന്ന ഒരു ബോൾസം തന്നെയാണ്. ഇതിമലൊക്കെ നന്നായിട്ട് കുല കുത്തി തന്നെ പോടും കേട്ടോ. ഇതിപ്പോൾ 2 വിരിഞ്ഞിട്ടുള്ളൂ. ആ കോഴിയും എൻ്റെ കൂടെ വോയിസ് ഓവർ തരുന്നുണ്ട്. ഈ മല്ലിക ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നെയ്യ് പറഞ്ഞോ, ഈ മല്ലിക ഞാൻ ഏതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി. ഇന്നലത്തെ വീഡിയോയിൽ ഗൾഫ് മല്ലിക എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്നപ്പോൾ വലിയ വില കൊടുത്തില്ല, അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്കിത് എവിടെന്നെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വലിയ ലെങ്തി വീഡിയോ ആയോ എന്നുള്ള എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ. ഇതിന് ഫ്ലവർ ഇല്ലെങ്കിലും എന്താ, അടിപൊളിയല്ലേ. ഇന്നലെ ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റിന് കട്ട വെയിറ്റിങ്ങിലാണ്, പ്ലീസ്.